Dear students, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പൾസ് ഡോപ്ലർ റഡാർ ആണ്. ഓക്കെ, സോ ഇതാണ് ഒരു പൾസ് ഡോപ്ലർ റഡാറിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. സോ ഇതെന്ന് പറയുന്നത് നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൾസ് മോഡുലേറ്റർ, പിന്നെ ഇതെന്താണ് പവർ ആംപ്ലിഫയർ, കണ്ടിന്യൂസ് വേവ് സിഗ്നൽ FP എന്ന് പറയുന്നത്, പിന്നെ ഇത് ട്രാൻസ്മിറ്റർ ആൻഡ് ദിസ് ഇസ് ദ റെഫറൻസ് റിസീവർ antenna. This is the transmitter antenna and this is the receiver antenna. This receiver engine and the corresponding indicator. Okay, appo namukku ഓരോന്നായിട്ട് നോക്കാം. So in a pulse doppler radar നമുക്ക് ഇതിനകത്ത് ഡോപ്ലർ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൂടി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് പൾസ് ഡോപ്ലർ റഡാർ എന്നുള്ളത്. In a pulse doppler radar, a small portion of continuous wave oscillator power that generates the transmitted pulses are diverted to the receiver to take the place of a local oscillator. നമ്മൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? കണ്ടിന്യൂസ് വേവ് ഓസിലേറ്റർ ആണ്. സോ നമുക്കറിയാം പൾസ് റഡാറിനകത്ത് നമ്മൾ പൾസ് നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റഡാർ സിസ്റ്റം പറഞ്ഞപ്പം നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഡുലേറ്റേഴ്സ് പറഞ്ഞിരുന്നു. അതിനകത്ത് പൾസ് റഡാറും ഉണ്ട്, കണ്ടിന്യൂസ് വേവ് മോഡുലേറ്റർ അല്ലെങ്കിൽ റഡാറും ഉണ്ട്. എന്താണ് പൾസ് റഡാർ എന്ന് പറയുന്നത്? ഷോർട്ട് ഡ്യൂറേഷൻ പൾസ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് പൾസ് റഡാറിനകത്ത്. ഓക്കെ, ഇനി കണ്ടിന്യൂസ് വേവിനകത്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. സോ ഒരു പൾസ് ഡോപ്ലർ റഡാറിനകത്ത് ഒരു കണ്ടിന്യൂസ് വേവ് ഓസിലേറ്റർ നമ്മൾ എന്ത് ചെയ്യാണ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് വേവ് സിഗ്നൽ നമ്മൾ ഒരു ഓസിലേറ്റർ യൂസ് ചെയ്ത് നമ്മൾ ഇങ്ങോട്ടേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുവാണ്. ഓക്കെ, സോ small portion of continuous wave oscillator power that generates the transmitted power, അതായത് ഇങ്ങോട്ടേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പവർ എന്താണോ അതേ പവർ നമ്മൾ റിസീവർ സൈഡിലേക്കും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അത് ഏതിന്റെ ഒരു ഫംഗ്ഷൻ സെർവ് ചെയ്യും? ലോക്കൽ ഓസിലേറ്ററിന്റെ ഫംഗ്ഷൻ സെർവ് ചെയ്യും. ഓക്കെ, and this continuous wave signal acts as a coherent reference needed to detect the Doppler frequency shift. So that acting, it acts as a coherent reference needed to detect the Doppler frequency shift. By coherent, it means that the phase of the transmitted signal is preserved in the reference signal. For stationary targets, the Doppler frequency shift will be 0 and hence will not vary with time. Okay, when the target is moving with respect to the relative to the radar, FP has a value other than 0 and the voltage corresponding to the difference frequency from the mixer will be a function of time. When the Doppler frequency is large compared with the reciprocal of the pulse width, the Doppler signal may be readily discerned from the information contained in the single pulse. If FP is small when compared to the reciprocal of the pulse duration, the pulse will be modulated with an amplitude V equal to A4 into sine of this parameter, and many pulses may be needed to extract the Doppler information. And this has been illustrated in this figure. Okay. അപ്പൊ നമുക്ക് ഇതിന്റെ വർക്കിംഗ് എന്ന് നോക്കാം. സോ ഈ കണ്ടിന്യൂസ് വേവ് ഓസിലേറ്റർ എന്ത് ചെയ്യും? കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും? സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യും. ഒരു FT ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽസ് ആണ് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അത് എങ്ങോട്ടേക്ക് കൊടുക്കും? ഒരു ആംപ്ലിഫയർ സിഗ്നലിലേക്ക് കൊടുക്കും, അല്ലെങ്കിൽ ഒരു ആംപ്ലിഫയർ ബ്ലോക്കിലേക്ക് കൊടുക്കും. അതേ സിഗ്നൽ ഇവിടെ ട്രാൻസ്മിറ്റ് ചെയ്ത സിഗ്നൽ എത്രയാണോ അതേ സിഗ്നൽ തന്നെയാണ് റിസീവർ സെഷനിലും കൊടുക്കും. എന്തിനു വേണ്ടിയിട്ട്? ഒരു റെഫറൻസ് സിഗ്നൽ ആയിട്ട്. ഏത് കറസ്പോണ്ടിങ് ഫേസിലുള്ള സിഗ്നൽ ആണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തതെന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിസീവറിന് അതിന്റെ ഒരു റെഫറൻസ് സിഗ്നൽ കൊടുക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ ലോക്കൽ ഓസിലേറ്ററിന്റെ സെയിം ഫംഗ്ഷൻ പോലെ നമ്മൾ ഇവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നലിന്റെ ഫേസും ഫ്രീക്വൻസിയും ഒക്കെ എന്താണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതേ സിഗ്നൽ നമ്മൾ ഇവിടെ ഒരു റെഫറൻസ് സിഗ്നൽ ആയിട്ട് റിസീവറിൽ കൊടുക്കും. ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കാനുള്ളത്, ഇതൊരു കൊഹറന്റ് ഓസിലേറ്റർ ആണ്. അതായത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നലിന്റെ അതേ ഫ്രീക്വൻസിയിലും ഫേസിലും ഉള്ള ആംഗിളുള്ള സിഗ്നൽ വേണം ഇത് റിസീവ് ചെയ്യാനായിട്ട്. അതറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു റെഫറൻസ് സിഗ്നൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി പവർ ആംപ്ലിഫയർ എന്ത് ചെയ്യും? ഇവിടെ ഒരു പൾസ് മോഡുലേറ്റർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡോപ്ലർ ഷിഫ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? റിലേറ്റീവ് ഷിഫ്റ്റ് ആണ് നമ്മൾ അതിനകത്ത് അനലൈസ് ചെയ്യുന്നത്. സോ ഈ പൾസ് മോഡുലേറ്റർ യൂസ് ചെയ്ത് നമ്മൾ പൾസ് റഡാർ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ബട്ട് നമ്മൾ ഇനിഷ്യലി യൂസ് ചെയ്യുന്ന കണ്ടിന്യൂസ് വേവ് ആണെന്നുള്ളത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. സോ നമ്മൾ എന്ത് ചെയ്യും? ആ സിഗ്നൽസിനെ നമ്മൾ ഈ പവർ ആംപ്ലിഫയർ വഴി നമ്മൾ ആന്റിന വഴി എന്ത് ചെയ്യും? നമ്മൾ ടാർഗറ്റിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. സോ ഇനി അത് ടാർഗറ്റിലേക്ക് ചെന്ന് ഹിറ്റ് ചെയ്യുമല്ലോ.
ഹിറ്റ് ചെയ്തിട്ട് അത് തിരിച്ചു വരികയാണ്. അപ്പൊ FT പ്ലസ് ഓ മൈനസ് FD എന്ന് പറയുന്ന ഒരു ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ആ കിട്ടിയ സിഗ്നലിന്റെ വേരിയേഷൻ, അതായത് FT എന്ന് പറയുന്ന സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്തു, ഇനി അതിന്റെ എക്കോ, ആ ട്രാൻസ്മിറ്റഡ് സിഗ്നൽ പ്ലസ് ആ സിഗ്നലിന്റെ ടാർജറ്റിൽ നിന്ന് വരുന്ന സിഗ്നൽ, അത് എന്ത് ചെയ്യും, നമ്മൾ റിസീവർ ക്യാപ്ചർ ചെയ്തിട്ട് ഇതുമായിട്ട് കമ്പയർ ചെയ്യും. ഇതൊരു മിക്സറിന്റെ സെയിം ഫംഗ്ഷൻ തന്നെയാണ് ചെയ്യുന്നത്. മിക്സർ എന്താ ചെയ്യുന്നത്, റിസീവർ സിഗ്നലും ലോക്കൽ ഓസിലേറ്റർ സിഗ്നലും കൂടെ എന്ത് ചെയ്യാണ്, സബ്ട്രാക്ട് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് തരിക ചെയ്യുന്നത്. അതേ ഫംഗ്ഷൻ തന്നെയാണ് റിസീവർ ഇവിടെ ചെയ്യുന്നത്. ഈ റെഫറൻസ് സിഗ്നലിനെ വെച്ച് ചെയ്തിട്ട് ഈ FT പ്ലസ് ഓ മൈനസ് FT എടുത്തിട്ട് അതിൽ നിന്നും ഈ റെഫറൻസ് സിഗ്നൽ ആയിട്ടുള്ള FT എന്ത് ചെയ്യും, നമ്മൾ സബ്ട്രാക്ട് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, FT കിട്ടും. ഓക്കെ, ഈ കിട്ടിയ FT എന്ന് പറയുന്നതാണ് നമ്മുടെ എക്കോ സിഗ്നൽ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്പ്ലേ ചെയ്യും. സോ ഇതാണ് ഒരു പൾസ് ഡോപ്ലർ റഡാറിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വർക്കിംഗ്. ഓക്കെ, അതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെയാണ് ഇതിനകത്ത് ഇലസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്നത് നോക്ക്, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള സിഗ്നൽ ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ബട്ട് പൾസ് മോഡുലേറ്റർ യൂസ് ചെയ്ത് ഒരു ഷോർട്ട് ഡ്യൂറേഷൻ പൾസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ട്രാൻസ്മിറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ നമുക്കറിയാം പൾസ് ഡ്യൂറേഷൻ, പൾസ് റഡാർ എന്ന് പറയുന്ന എന്താണ്, ചെറിയൊരു പൾസ് അല്ലെ, ആ ടൈമിലുള്ളത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ട്രാൻസ്മിറ്റ് ചെയ്യുന്നുള്ളൂ. സോ ഇവിടെ കാണിച്ചിരിക്കുന്നത് നോക്ക്, ആ പൾസ് മാത്രമേ ഉള്ളൂ. കണ്ടിന്യൂസ് സിഗ്നൽസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, പൾസ് മോഡുലേറ്റർ യൂസ് ചെയ്ത് നമ്മൾ പൾസ് സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതേ സാധനം നമ്മൾ എന്ത് ചെയ്യാണ്, കിട്ടിയ ഇൻഫർമേഷൻ എടുത്ത് നമ്മൾ നമ്മുടെ ഡിസ്പ്ലേ ഡിവൈസസിലേക്കൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഈ കിട്ടിയ മൂവിങ് ടാർജറ്റ്സിന്റെ നമ്മുടെ പാരാമീറ്റേഴ്സ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ മൂവിങ് ടാർജറ്റ്സിനെ സ്റ്റേഷനറി ടാർജറ്റിൽ നിന്ന് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അത് നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വീഡിയോ ഡിസ്പ്ലേ ഡിവൈസസിലേക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ഡിസ്പ്ലേ ഡിവൈസസിലേക്ക് കൊടുക്കുന്ന സമയത്ത് നമുക്ക് പല ടൈപ്പ് ഓഫ് ഡിസ്പ്ലേ ഡിവൈസസ് അല്ലെങ്കിൽ അതിനകത്ത് ഒബ്സർവ് ചെയ്യുന്ന വാട്ട് ആർ ദ വേരിയസ് പാരാമീറ്റേഴ്സ് എന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്വീപ്പ് അല്ലെങ്കിൽ ആ കിട്ടിയ സിഗ്നലിനെ നമ്മളെടുത്ത് ഒന്ന് ഫർദർ അനലൈസ് ചെയ്യുമ്പോൾ the sweep shows several fixed targets and two moving targets indicated by the two arrows. Okay, ഇതിനകത്ത് നമുക്ക് നോക്കുമ്പോൾ കുറെ ഫിക്സഡ് ടാർജറ്റ്സും ഉണ്ടാവും, കുറെ മൂവിങ് ടാർജറ്റ്സും ഉണ്ടാവും. ഓക്കെ, അപ്പൊ മൂവിങ് ടാർജറ്റ്സ് നമ്മൾ എന്ത് വെച്ചിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ആരോ വെച്ചിട്ട് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനെയൊക്കെ. ഈ രണ്ട് ആരോസ് ആണ് മൂവിങ് ടാർജറ്റ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും, ഈ ഒരു ഫിഗറിനകത്ത് ഒന്നിൽ കൂടുതൽ, അതായത് ഇതൊക്കെ ഫിക്സഡ് ടാർജറ്റ്സ് ആണ്, അതൊന്നും മൂവ് ചെയ്യുന്നില്ല. അപ്പൊ ഈ പോയിന്റിൽ മാത്രമേ ഉള്ളൂ ടാർജറ്റ് എന്ത് ചെയ്യുന്നത്, വേരി ചെയ്യുന്നത്, അതിന്റെ പൊസിഷൻസ് ഒക്കെ വേരി ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇത് രണ്ടുമാണ് എന്ത്, മൂവിങ് ടാർജറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു കംപ്ലീറ്റ് സിഗ്നൽ എടുത്ത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഇത്രയും ഫിക്സഡ് ടാർജറ്റ്സ് ആണ്, ഈ രണ്ട് പൊസിഷനിൽ മാത്രമേ ഉള്ളൂ എന്ത്, മൂവിങ് ടാർജറ്റ്സ് ഉള്ളത്. അപ്പൊ സക്സസീവ് ആയിട്ടുള്ള എയർസ്കോപ്പ് സ്വീപ്സ്, അതായത് പൾസ് റെപ്പറ്റീഷൻ ഇന്റർവൽസ് ഒക്കെ എടുത്തു കഴിഞ്ഞ് നമ്മൾ ഈ പറയുന്ന സിഗ്നൽസിനെ എല്ലാം എടുത്ത് അനലൈസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും echoes from fixed targets remain constant. ഈ വിത്ത് റെസ്പെക്ട് ടു എ സിഗ്നലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫിക്സഡ് ടാർജറ്റിലുള്ള സിഗ്നൽസ് എല്ലാം എന്ത് ചെയ്യാണ്, കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. But the echoes from moving targets, they vary in amplitude from sweep to sweep at a rate corresponding to Doppler frequency. And the superposition successive sweeps forms ഇതൊരു ബട്ടർഫ്ലൈ എഫക്ട് ഫോം ചെയ്യും. ഇതില് എ സ്കോപ്പിനകത്ത് ഒരു ബട്ടർഫ്ലൈ എഫക്ട് ഫോം ചെയ്യും. ഓക്കെ, സോ ഇതാണ് എന്ത്, ഇതിന്റെ കറസ്പോണ്ടിങ് എക്സ്പ്ലനേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഇസ് 8V എന്ന് പറയുന്ന സക്സസീവ് സ്വീപ്പ് ഓഫ് മൂവിംഗ് ടാർജറ്റ് ഇൻഡിക്കേറ്റർ എ സ്കോപ്പ് ഡിസ്പ്ലേ വെച്ച് കാണിക്കുന്നതാണ് എക്കോ ആംപ്ലിറ്റ്യൂഡ് വിച്ച് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. എഫ് എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ സ്വീപ്സ് ഉണ്ട്, ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദർ ആർ മൂവിംഗ് ടാർജറ്റ്സ് ഉണ്ട്. ഓക്കെ, സോ ഇതാണ് എന്ത്, നമ്മുടെ പൾസ് ഡോപ്ലർ റഡാറിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ മൂവിംഗ് ടാർജറ്റ് ഇൻഡിക്കേറ്റർ റഡാർ അതേ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം.